സംഗജത്വം സംവദത്വം സംഭോ മനാംസി ജാനത ദേവാഭാഗം യഥാ ഭൂമി സഞ്ജാന ഉപാസനെ. കൈ വെച്ച് കൊടുക്കുക. കാല് അല്പം അകത്തി വയ്ക്കണം. ശ്വാസം എടുത്തുകൊണ്ട് തല പുറകോട്ട് മറിക്കണം. മാക്സിമം മറിക്കുക. തല മറിക്കണം. മാക്സിമം മറിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് തല മുന്നോട്ട് മറിക്കണം. താടി നെഞ്ചത്ത് പ്രസ് ചെയ്യണം. ശ്വാസം എടുത്തുകൊണ്ട് തല പുറകോട്ട് മറിക്കണം. മാക്സിമം മറിക്കുക. തലയിൽ എന്തുമാത്രം പുറകോട്ട് മറിക്കാമോ അത്രയും നല്ലതാണ്. ശ്വാസം വിട്ടുകൊണ്ട് തല മുന്നോട്ട് മറിക്കണം. മറിക്കുന്ന താടി നെഞ്ചത്ത് പ്രസ് ചെയ്യണം. മാക്സിമം തല മുന്നോട്ട്. ഒരു പ്രാവശ്യവും കൂടി. ശ്വാസം എടുത്തുകൊണ്ട് തല മാക്സിമം പുറകോട്ട് മറിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് തല മുന്നോട്ട് മറിക്കണം. താടി നെഞ്ചത്ത് പ്രസ് ചെയ്യണം. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് നേരെ നിൽക്കുക. തല നേരെ നിർത്തണം. തല വശത്തേക്ക് മറിക്കുന്ന എക്സസൈസാണ്. അതുകൊണ്ട് ആദ്യം വലതോട് മറിക്കണം. നിറയെ ശ്വാസം വിട്ടുകൊണ്ട് തല വലതോട് മറിക്കണം. മാക്സിമം മറിക്കുക. ചെവിയൊക്കെ തോളത്തേക്ക് മുട്ടിക്കാമോ നോക്കണം. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തണം. ശ്വാസം വിട്ടുകൊണ്ട് തല ഇടതോട്ട് മറിക്കണം. മാക്സിമം മറിക്കുക. ചെവി തോളത്തേക്ക് മുട്ടിക്കാൻ നോക്കണം. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തണം. ഇതൊരു പ്രാവശ്യവും കൂടി വലതോട്ട് ഒരു പ്രാവശ്യം കൂടി എടുത്തു. നിറയെ ശ്വാസം വിട്ടുകൊണ്ട് തല വലതോട്ട് മറിക്കണം. മാക്സിമം മറിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ നിർത്തണം. ശ്വാസം വിട്ടുകൊണ്ട് തല ഇടതോട്ട് മറിക്കണം. മാക്സിമം മറിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ നിർത്തണം. തല വശത്തേക്ക് തിരിക്കുന്ന എക്സസൈസാണ്. ആദ്യം വലതോട്ട് തിരിക്കണം. താടി തോളിന് മുകളിൽ വരുത്താൻ നോക്കണം. ശ്വാസം നിറയെ എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് തല വലതോട്ട് തിരിക്കണം. മാക്സിമം തിരിക്കുക. തല എന്തുമാത്രം തിരിക്കാമോ അത്രയും നല്ലതാണ്. ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ നിർത്തണം. ശ്വാസം വിട്ടുകൊണ്ട് തല ഇടതോട്ട് തിരിക്കണം. മാക്സിമം തിരിക്കുക. താടി തോളിന് മുകളിൽ. ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ നിർത്തണം. ഒരു പ്രാവശ്യവും കൂടി വലതോട് ഒരു പ്രാവശ്യം കൂടി എടുത്തോളൂ. ശ്വാസം വിട്ടുകൊണ്ട് തല വലതോട് മാക്സിമം തിരിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ നിർത്തണം. ശ്വാസം വിട്ടുകൊണ്ട് തല മാക്സിമം ഇടതോട്ട് തിരിക്കണം. തല തിരിക്കുക. താടി തോളിന് മുകളിൽ. ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ നിർത്തണം. തല റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മുഖം ഇങ്ങനെ നേരെ തന്നെ നിൽക്കണം. ഞാൻ പറയുന്നതനുസരിച്ച് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് തല പുറകോട്ട് മറിക്കണം. മാക്സിമം മറിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് തല വലതോട്ട് പതിയെ മറിക്കണം. ശ്വാസം പറ്റ വിട്ടുകൊണ്ട് മുന്നോട്ട് മറിക്കുക. മാക്സിമം മറിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് ഇടതോട്ട് മറിക്കണം. ശ്വാസം നിറയെ എടുത്തുകൊണ്ട് പുറകോട്ട് മറിക്കുക. മാക്സിമം മറിക്കണം. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് വലതോട്ട് മറിക്കണം. തല മുന്നോട്ട് മറിക്കുക. താടി നെഞ്ചത്ത് പ്രസ് ചെയ്യണം. ശ്വാസം എടുത്തുകൊണ്ട് ഇടതോട്ട് മറിക്കണം. തല തിരിക്കരുത്. പുറകോട്ട് മറിക്കുക. മറുവശത്തെ ചെറിയ ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇടതോട്ട് മറിക്കണം. മുന്നോട്ട് മറിക്കുക. ശ്വാസം പറ്റ വിടണം. ശ്വാസം എടുത്തുകൊണ്ട് വലതോട്ട് മറിക്കണം. തല പുറകോട്ട് മറിക്കുക. മാക്സിമം മറിക്കണം. ഒരു പ്രാവശ്യം വിശ്വാസം വിട്ടുകൊണ്ട് ഇടതോട്ട് മറിക്കണം. തല പുറകോട്ട്. തല മാക്സിമം മുന്നോട്ട് മറിക്കണം. ശ്വാസം പറ്റ വിടണം. ശ്വാസം എടുത്തുകൊണ്ട് വലതോട്ട് മറിക്കണം. അതേ ശ്വാസം എടുത്തുകൊണ്ട് തല പുറകോട്ടും മറിയുക. ശ്വാസം വിട്ടുകൊണ്ട് തല നേരെ നിർത്തണം. കഴുത്തിൻ്റെ എക്സസൈസാണ് നമ്മൾ ചെയ്തത്. ഈ ഷോൾഡറിന് വേണ്ടിയിട്ട് കൈയുടെ സ്ട്രെച്ചിങ്ങാണ്. കൈ ഫ്രീയാക്കി ഇടുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും നിർത്തണം. ശ്വാസം വിട്ടുകൊണ്ട് കൈപ്പത്തിയിലിരിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തണം. കൈ സ്ട്രെച്ച് ചെയ്യണം. വലിച്ചു നേടുക. ശ്വാസം വിട്ടുകൊണ്ട് കൈ പകുതി താഴ്ത്തണം. ശ്വാസം എടുത്തുകൊണ്ട് കൈപ്പത്തി തിരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തണം. ഇതൊരു പ്രാവശ്യവും കൂടി. ശ്വാസം എടുത്തുകൊണ്ട് കൈ ഉയർത്തണം. ശ്വാസം വിട്ടുകൊണ്ട് കൈപ്പത്തി തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തണം. സ്ട്രെച്ച് ചെയ്യണം. ശ്വാസം വിട്ടുകൊണ്ട് കൈ പകുതി താഴ്ത്തുക. ശ്വാസം എടുത്തുകൊണ്ട് തിരിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തണം. ഈ ഷോൾഡർ റൊട്ടേഷനാണ്.
ഷോൾഡറിന് വേണ്ടിയിട്ട് കൈ ഇതുപോലെ പിടിക്കണം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈമുട്ട് രണ്ടും അടുത്ത് വരണം. ഇവിടെ മുന്നോട്ട് വരുമ്പോൾ കൈമുട്ട് അടുക്കണം. ഓക്കെ, പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈമുട്ട് രണ്ടും ഇതുപോലെ താഴ്ത്തി ചേർത്ത് പിടിക്കണം. ഉയർത്തണം. മാക്സിമം ഉയർത്തുക. മാക്സിമം പുറകോട്ട് പോകണം. മാക്സിമം മുന്നോട്ട്. കൈമുട്ട് രണ്ടും ചേരണം. പ്രാവശ്യം കൈ ഉയർത്തണം. മാക്സിമം പുറകോട്ട് പോകണം. മാക്സിമം മുന്നോട്ട് വരണം. അത് മറുവശത്തേക്കവിടെ ചെയ്യണം. ശ്വാസം വിട്ടുകൊണ്ട് പുറകോട്ട് പോകണം. ഉയർത്തി മാക്സിമം മുന്നോട്ട് ചേർക്കണം. ഒരു പ്രാവശ്യം കൂടി പുറകോട്ട് പോകണം. ഉയർത്തി കൈമുട്ട് രണ്ടും ചേർക്കുക. കൈ രണ്ടും താഴ്ത്തി വയ്ക്കണം. ഇതെല്ലാം പല പ്രാവശ്യം ചെയ്യേണ്ടതാണ്. നമ്മൾ എല്ലാം 2-3 പ്രാവശ്യമൊക്കെ ചെയ്യുന്നുള്ളൂ. കൂടുതൽ എണ്ണം പ്രാക്ടീസ് ചെയ്യണം. കൂടുതൽ പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെയ്തത് ഷോൾഡറിൻ്റെ എക്സസൈസാണ്. ഇനി നട്ടല് 2 വശത്തേക്ക് തിരിക്കണം. കൈ രണ്ടും തിരിഞ്ഞ് പിടിക്കുക. സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. നിറയെ ശ്വാസം വിട്ടുകൊണ്ട് വലതേ കൈ പുറകോട്ട് പോകണം. ഇടതേ കൈ കൊണ്ട് വളയുക. തല തിരിയണം. നട്ടല് തിരിയണം. മാക്സിമം തിരിയുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും മുന്നോട്ട്. ശ്വാസം വിട്ടുകൊണ്ട് ഇടതേ കൈ പുറകോട്ട് പോകണം. വലതേ കൈ കൊണ്ട് വളയ്ക്കുക. തല തിരിയണം. നട്ടല് തിരിയണം. മാക്സിമം തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും മുന്നോട്ട്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ശ്വാസം നിറയെ എടുക്കണം. ശ്വാസം വിട്ടുകൊണ്ട് വലതേ കൈ പുറകോട്ട്. ഇടതേ കൈ കൊണ്ട് വളയ്ക്കുക. തല തിരിയണം. നട്ടല് തിരിയണം. മാക്സിമം തിരിയുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും മുന്നോട്ട്. ശ്വാസം വിട്ടുകൊണ്ട് ഇടതേ കൈ പുറകോട്ട് പോകണം. വലതേ കൈ കൊണ്ട് വളയ്ക്കുക. തല തിരിക്കണം. നട്ടല് തിരിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും മുന്നോട്ട്. കൈകൾ രണ്ടും താഴ്ത്തി വെക്കണം. കാൽമുട്ടിൻ്റെ എക്സസൈസ് ആണെങ്കിൽ കൈകൾ ഇട്ട് കൊടുക്കണം. കാൽമുട്ട് അല്പം വളച്ച് പിടിക്കുക. കാൽമുട്ട് റൊട്ടേറ്റ് ചെയ്യണം. വലതോട്ട് എടുത്തോ. മുട്ട് കറങ്ങി വരണം. കാലിൻ്റെ മുട്ട് ശരിക്കും കറങ്ങി വരട്ടെ. വലിയ പ്രശ്നം. മറുവശത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുക. വൃത്തം വലുതാക്കി എന്ന് പറഞ്ഞ് നിൽക്കണം. താഴ്ത്തി വയ്ക്കുക. നിന്നിട്ടുള്ള ഇതുവരെ നമ്മൾ ചെയ്തത് വാമപ്പ് എക്സസൈസുകളാണ്. ഈ നിന്നിട്ടുള്ള 5 എക്സസൈസുകൾ നമ്മൾ ചെയ്യും. അത് ആദ്യം ചെയ്യുന്നത് താടാസനം, പാം ട്രീ പോസ്. വിരലുകൾ ഇതുപോലെ കോർത്ത് പിടിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തണം. സ്ട്രെച്ച് ചെയ്യണം. വലിച്ച് നീട്ടുക. കാലിൻ്റെ വിരലയിൽ ഉയരണം. സ്ട്രെച്ച് ചെയ്യണം. കാലിൻ്റെ വിരലയിൽ ഉയരണം. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴണം. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കാലിൻ്റെ വിരലയിൽ ഉയരണം. മാക്സിമം ഉയരണം. സ്ട്രെച്ച് ചെയ്യുക. ഉന്മേഷം കിട്ടും. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തണം. ഒരു പ്രാവശ്യം കൂടി കൈ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കാലിൻ്റെ വിരലയിൽ ഉയരണം. മാക്സിമം ഉയരണം. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തണം. പതിയെ കൈ താഴ്ത്തി വയ്ക്കുക. വൃക്ഷാസനം. വലതേ കാൽ മടക്കണം. കാല് മുകളിൽ വയ്ക്കുക. ഉറപ്പിച്ച് വെക്കണം. കൈ കുപ്പി ബാലൻസ് ചെയ്യുക. കാല് കന്നാതെ നോക്കണം. കൈ കുപ്പണം. ബാലൻസ് ചെയ്യുക. തെന്നിക്കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യും. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും ഉയർത്തണം. ഉയർത്തി പിടിക്കുക. ഇങ്ങനെ നിർത്താൻ കഴിയണം. ശ്വാസം വിട്ടുകൊണ്ട് കൈ കൂപ്പണം. കാല് താഴ്ത്തി വയ്ക്കുക. കൈയും കാലും താഴ്ത്തി വയ്ക്കണം. മറുവശം കൂടെ ഇങ്ങനെ ഇടതേ കാൽ മടക്കണം. കയറ്റി വെക്കണം. ഇങ്ങനെ വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കൂടെ മുന്നിൽ വെച്ചാലും കുഴപ്പമില്ല. കാല് ഉറപ്പിച്ച് വെക്കണം. അവിടെ വെച്ചാലും കുഴപ്പമില്ല. കൈ കൂപ്പണം. ബാലൻസ് ചെയ്യണം. കൈ രണ്ടും കൂപ്പി ഉയർത്തി പിടിക്കണം. തല നിൽക്കുന്നതുപോലെ നിൽക്കണം. വൃക്ഷാസനം. ഇത് നിൽക്കാൻ കഴിയണം. കൂടുതൽ സമയത്ത് ഒരു സൈഡ് എളുപ്പമായിരിക്കും. ഒരു സൈഡ് അല്പം വിഷമമുള്ള സൈഡ് കൂടുതൽ സമയം പ്രാക്ടീസ് ചെയ്യണം. കൈ കൂപ്പണം. ശ്വാസം കൊണ്ട് കൈ രണ്ടും താഴ്ത്തി വയ്ക്കുക. കാല് താഴ്ത്തി വയ്ക്കണം. ഇത് നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കും. കാലിൻ്റെ ബലം വർദ്ധിക്കും. ഏറെ പ്രയോജനങ്ങളുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് പാദഹസ്തം, അർദ്ധചക്രം. പാദഹസ്തം എന്ന് പറഞ്ഞത് മുന്നോട്ട് വളയുന്ന എക്സസൈസാണ്. അർദ്ധചക്രം പുറകോട്ട് വളയുന്ന എക്സസൈസാണ്. കൈകൾ രണ്ടും മുകളിലേ സ്ട്രെച്ച് ചെയ്യണം. വലിച്ച് നീട്ടുക. ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കൈയും കാലിൻ്റെ ഉപ്പൂറ്റിയെ പുറകെ ഇറങ്ങി പിടിക്കണം. തല താഴ്ത്തി കൊടുക്കണം. വയറ് നെഞ്ച് തുടയിലേക്ക് ചേർക്കണം. ശ്വാസം എടുത്തുകൊണ്ട് കൈ രണ്ടും മുന്നോട്ട് കൈ നീട്ടി
ഉയർത്തി പിടിക്കണം. ഇതും പല പ്രാവശ്യം ചെയ്യണം. ഒരു പ്രാവശ്യം കൂടി ചെയ്യും. കൈ സ്ട്രെച്ച് ചെയ്യണം. മുന്നോട്ട് മാക്സിമം മുന്നോട്ട്. കൈ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ കുറേ ഇറക്കി പിടിക്കണം. താത്തി പിടിക്കുക. ശ്വാസം പറ്റ വിടണം. വയറൊക്കെ കൊടുക്കുക. അത് തല താഴ്ത്തണം. വയറും നെഞ്ചും തുടയിൽ ചേരണം. ശ്വാസം എടുത്തുകൊണ്ട് മുന്നോട്ട് നീട്ടി കൈ ഉയർത്തി പിടിക്കണം. പതിയെ കൈ താഴ്ത്തി വയ്ക്കുക. അർദ്ധചക്രം കൈ ഇടയ്ക്ക് കൊടുക്കണം. സിമ്പിളായിട്ടുള്ള അർദ്ധചക്രമാണ് ചെയ്യുന്നത്. ശരിയായിട്ടുള്ള അർദ്ധചക്രം നേരത്തെ പോലെ കൈ നീട്ടി തന്നെയാണ് ചെയ്യുന്നത്. ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് മുന്നോട്ട്. തല പുറകോട്ട് മാക്സിമം വളയണം. പുറകോട്ട് വളയുക. ശ്വാസം വിട്ടുകൊണ്ട് നിവരണം. ഒരു പ്രാവശ്യവും കൂടി കൈ ഇടയ്ക്ക് കൊടുക്കണം. ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് മുന്നോട്ട്. തല പുറകോട്ട് മാക്സിമം വളയണം. ശ്വാസം വിട്ടുകൊണ്ട് നിവരണം. കൈ രണ്ടും താഴ്ത്തി വയ്ക്കുക. നമ്മൾ മുന്നോട്ട് പുറകോട്ട് വളഞ്ഞ് രണ്ട് വശത്തേക്കും വളയുന്ന എക്സസൈസാണ് ത്രികോണാസനം. ഇത് രണ്ട് വശത്തേക്കും വളരണം. മുന്നോട്ട് പോകരുത്. ഇടതേ കൈ ഉയർത്തി പിടിക്കണം. ചെവിയുടെ പുറകിൽ കൈപ്പത്തി തലയുടെ നേരെ തിരിച്ച് പിടിക്കുക. വലിച്ച് നേടണം. കൈപ്പത്തി തിരിയണം. സ്ട്രെച്ച് ചെയ്യണം. ശ്വാസം വിട്ടുകൊണ്ട് കൈ കാലയെയും കൂടെ താഴണം. വലതേ കാലയെ കൂടെ താഴ്ത്തി വിടണം. മാക്സിമം താഴ്ത്തണം. ശ്വാസം എടുത്തുകൊണ്ട് ഉയരണം. കൈ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. വലിച്ചു നേടണം. ഒരു പ്രാവശ്യവും പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വലതേ കൈ കാലയെ കൂടെ താഴ്ത്തണം. മാക്സിമം താഴ്ത്തുക. മുന്നോട്ട് പോകണം. ശ്വാസം എടുത്തുകൊണ്ട് ഉയരണം. പതിയെ കൈ താഴ്ത്തി വയ്ക്കണം. വലതേ കൈ ചെവിയുടെ പുറകിൽ സ്ട്രെച്ച് ചെയ്യണം. കൈപ്പത്തി തലയുടെ നേരെ തിരിച്ചു പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇടതേ കൈ കാലയെ കൂടെ താഴ്ത്തണം. മാക്സിമം താഴ്ത്തുക. ശ്വാസം എടുത്തുകൊണ്ട് ഉയരണം. പിന്നെ കൈ രണ്ടും ഉയർത്തി പിടിക്കണം. കൈപ്പത്തി നേരെ പിടിക്കുക. ഒരു പ്രാവശ്യം കൂടി. ശ്വാസം വിട്ടുകൊണ്ട് ഇടതേ കൈ കാലയെ കൂടെ താഴ്ത്തണം. ശ്വാസം എടുത്തുകൊണ്ട് ഉയരണം. സ്ട്രെച്ച് ചെയ്യണം. വലിയ താഴ്ത്തി വയ്ക്കുക. നിന്നിട്ടുള്ള എക്സസൈസുകളാണ് പിടിക്കുന്നത്. ഇനി ഇരുന്നിട്ടുള്ള എക്സസൈസുകളാണ്. കാലുകൾ നീട്ടിയിരിക്കുക. ദണ്ഡാസനം എന്ന് പറയുന്ന ആസനമാണ്. അതിൽ നീട്ടി കൈ രണ്ടും തൊടയുടെ സൈഡിൽ വയ്ക്കുക. നിവർന്നിരിക്കുക. ഇത് ഇരിക്കാൻ കഴിയണം. ഇപ്പോൾ ഇരിക്കുമ്പോൾ ഒക്കെ നിവർന്നേ ഇരിക്കുക. അവൾ വളഞ്ഞിരിക്കരുത്. വടി പോലെ ഇരിക്കും. ദണ്ഡെന്ന് പറഞ്ഞാൽ വടിയാണ്. ദണ്ഡാസനം. ഇതൊരു മിനിറ്റെങ്കിലും ഇങ്ങനെ ഇരിക്കാൻ കഴിയണം. ഒരു മിനിറ്റ് ഇരിക്കുന്നില്ല. കാൽപാദം രണ്ടും ചേർത്ത് പിടിക്കണം. ഭദ്രാസനം. വലിച്ചടിപ്പിച്ച് പിടിക്കണം. കാൽമുട്ട് രണ്ടും മാക്സിമം താത്തി കൊടുക്കുക. അത് അടിച്ച് താത്തേണ്ടതാണ്. അടിച്ച് താത്തുമ്പോൾ ബട്ടർഫ്ലൈ എന്ന് പറയും. ഇപ്പം കാൽമുട്ട് പതിയേണ്ടതാണ്. പതിയാതേൻ്റെ കാരണം എപ്പോഴും കാൽമുട്ട് ചേർത്ത് വെച്ചാണ് ഇരിക്കുന്നത്. കാൽമുട്ട് അകത്തി വെച്ചിരുന്നാൽ ഒത്തിരിയേറെ പ്രയോജനങ്ങളുണ്ട്. ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതും ഒരു മിനിറ്റെങ്കിലും ഇരിക്കാൻ കഴിയണം. ഇവിടെ ഇരിക്കുന്നില്ല. വജ്രാസനത്തിലിരിക്കണം. വജ്രത്തിലിരിക്കുക. കൈ കാലിൻ്റെ മുട്ടയെ പിടിക്കണം. വീണ്ടും നിവർന്നിരിക്കണം. നിവർന്നിരിക്കണം. വളഞ്ഞ് ചേർന്നിരിക്കണം. ഇവിടെ ഇരുന്നിട്ട് 8 ആസനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇരുന്നിട്ടാണ് കൂടുതൽ എക്സസൈസ് ഉള്ളത്. നിവർന്നിരിക്കണം. നട്ടല് കഴുത്ത് തലയെല്ലാം നേരെ പിടിക്കുക. വളഞ്ഞിരിക്കരുത്. ഇനി ഉഷ്ട്രാസനം. കാലിൻ്റെ മുട്ടയിൽ ഉയരണം. ഉഷ്ട്രാസനം 2 രീതിയിൽ ചെയ്യുന്നത്. ആദ്യം സരള ഉഷ്ണം, പിന്നെ സാലംബ ഉഷ്ണം. സപ്പോർട്ടോട് കൂടി. ആദ്യം സപ്പോർട്ട്, 2 സപ്പോർട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ കൈ കടിക്കാണ് കൊടുക്കുന്നത്. വിരലുകൾ അങ്ങോട്ടായിട്ട് പിടിക്കുക. വിരലുകൾ അങ്ങോട്ട്. അതിൻ്റെ വിരലുകളെല്ലാം ഇങ്ങോട്ട് മടക്കി വയ്ക്കുക. അതിൻ്റെ വിരലുകൾ മുന്നോട്ട്. ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് മുന്നോട്ട്. തല പുറകോട്ട് മാക്സിമം വളയണം. അരക്കെട്ട് ഇങ്ങോട്ട്, തല അങ്ങോട്ട് വളയുക. ശ്വാസം വിട്ടുകൊണ്ട് നിവരണം. നിവരുമ്പോൾ താടി നെഞ്ചത്ത് പ്രസ് ചെയ്യണം. അടുത്ത പ്രാവശ്യം കൈ കാലിൻ്റെ ഉപ്പൂത്തിയിൽ പിടിക്കണം. കാല് വേണമെങ്കിൽ കുറച്ച് അകറ്റി വയ്ക്കുക. കാലിൻ്റെ ഉപ്പൂത്തിയിൽ വിരലുകൾ അങ്ങോട്ടായിട്ട് പിടിക്കുക. വിരലുകൾ അങ്ങോട്ട്, വിരലുകൾ അങ്ങോട്ട്. കൈയുടെ വിരൽ അങ്ങോട്ട്. വിരൽ അങ്ങോട്ടായിട്ട് പിടിക്കണം.
അരക്കെട്ട് ഇങ്ങോട്ട് തള്ളണം, തല അങ്ങോട്ട് തള്ളുക. ഇതെല്ലാം ഒരേ മിനിറ്റെങ്കിലും നിർത്താൻ കഴിയണം. നമ്മൾ നിർത്തുന്നില്ല. ഇത് ഉന്മേഷം നൽകുന്ന ഒരു ആസനമാണ്. ഇത് വാർദ്ധക്യ ലക്ഷണങ്ങളെ തടയും. അനേകം പ്രയോജനങ്ങളുള്ള ഒരു ആസനമാണ്. സപ്പോർട്ടിലൊന്നും നിർത്താൻ കഴിയും. നമ്മളത് നിർത്തുന്നില്ല. ശ്വാസം വിട്ടുകൊണ്ട് വെള്ളം താഴെ നെഞ്ചത്ത് പ്രസ് ചെയ്യണം. പുറകോട്ടിരിക്കണം. രണ്ടും ഉയർത്തിയിട്ട് ശശാകാസം. കൈ നേരെ നീട്ടി വയ്ക്കണം, തല താഴ്ത്തി വയ്ക്കണം. ഉറച്ചിരിക്കണം. കാൽമുട്ട് അല്പം അകത്തി വെച്ചാൽ കുഴപ്പമില്ല. ഉറച്ചിരിക്കുക. ഇവിടെ അരക്കെട്ട് കാലിൻ്റെ ഉപ്പൂറ്റിയിലേക്ക് പതിയണം. കാലുമണി അകത്തി വെച്ച് ഉറച്ചിരിക്കാൻ കഴിയണം. കൈ നീട്ടി തല താഴ്ത്തി ഇരിക്കാൻ കഴിയണം. ശശാകാസനത്തിന് ബാലാസനം എന്നും പേരുണ്ട്. മനസ്സ് വെച്ച് കുട്ടികളുടെ മനസ്സ് പോലെയാവും. ഏകാഗ്രത വർദ്ധിക്കും, ക്ഷമ വർദ്ധിക്കും, ടെൻഷൻസ് മുഴുവൻ മാറും. ഈഗോയൊക്കെ ഉണ്ടെങ്കിൽ മാറും. മനസ്സ് ശാന്തമാവും. ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. ശിശുഭാവത്തെ കൈവരുത്തണം. വീണ്ടും നിവർന്നിരിക്കണം. ഉത്താന മണ്ഡൂകം. മണ്ഡൂകം എന്ന് പറഞ്ഞാൽ തവളയാണ്. ഇത് കാൽമുട്ട് മാക്സിമം അകത്തണം. കാലിൻ്റെ പെരുവിരലുകൾ ചേർന്ന് കാൽമുട്ടൊക്കെ അകത്തി വയ്ക്കുക. മാക്സിമം അതിൻ്റെ കാൽമുട്ട് വളരെ അകലും. കാലിൻ്റെ പെരുവിരലുകൾ ചേർന്ന് നിൽക്കണം. ഇങ്ങനെ ഇരിക്കുന്നതാണ് മണ്ഡൂകാസനം. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഉത്താന മണ്ഡൂകമാണ്. അപ്പോൾ കൈകൾ രണ്ടും മുള്ളേ ഉയർത്തി പിടിക്കണം. നിങ്ങളുടെ ഇടതേ കൈപ്പത്തി വലതേ ഷോൾഡർ ബ്ലേഡിന് പുറകില്. വലതേ ഷോൾഡർ ബ്ലേഡ്. നിങ്ങളുടെ വലതേ കൈപ്പത്തി ഇടതേ ഷോൾഡർ ബ്ലേഡ് പുറകിൽ പിടിക്കണം. നിവർന്നിരിക്കണം. തല നിവർത്തി പിടിക്കുക. നട്ടല് വളയരുത്. നേരെ ഇരിക്കണം, വളഞ്ഞിരിക്കരുത്. ഇനി ഇരിക്കാൻ കഴിയണം ഒരു മിനിറ്റെങ്കിലും. നിറയെ ശ്വാസം എടുക്കണം. ശ്വാസം പതിയെ വിടണം. രണ്ട് പിരികത്തിൻ്റെയും മധ്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് മുഴുവൻ സമയം. എല്ലാ ആസനങ്ങളും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് പിരികത്തിൻ്റെയും മധ്യത്തിലാണെങ്കിലാണ് കൂടുതൽ പ്രയോജനമുള്ളത്. ഇനി ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തണം. രണ്ടും താഴ്ത്തി വയ്ക്കുക. കാലുകൾ ചേർത്ത് വയ്ക്കണം. കാലുകൾ നീട്ടിയിരിക്കുക. വക്രാസനം. സ്പൈനൽ ട്വിസ്റ്റാണ്. നട്ടല് വശത്തേക്ക് തിരിക്കുന്ന എക്സസൈസാണ്. കാല് രണ്ടും നീട്ടി വയ്ക്കണം. നട്ടലൊക്കെ എന്തുമാത്രം രണ്ട് വശത്തേക്ക് തിരിക്കാമോ അത്രയും നല്ലതാണ്. ആദ്യം ഇത് വലതോട് ചെയ്യണം. വലതേ കാൽ മടക്കണം. കുത്തി നിർത്തണം. വലതേ കൈ പുറകോട്ട് വയ്ക്കണം. മാക്സിമം പുറകോട്ട് വയ്ക്കുക. വലതേ കൈ. ഇടതേ കൈ ഉയർത്തണം. മുട്ടിനപ്പുറത്തുകൂടി നിങ്ങളുടെ കാൽപാദത്തെ പിടിക്കാമെന്ന് നോക്കണം. തല തിരിക്കുക. നട്ടല് തിരിയണം. മാക്സിമം തിരിയുക. വലതോട് മാത്രം തിരിക്കാമോ അത്രയും നല്ലതാണ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ ഇരിക്കണം. കാൽ കെട്ടി വയ്ക്കുക. ഇടതേ കാൽ മടക്കണം. കുത്തി നിർത്തുക. ഇടതേ കൈ പുറകോട്ട് വയ്ക്കണം. വലതേ കൈ ഉയർത്തി പിടിക്കണം. സ്ട്രെച്ച് ചെയ്യണം. കാലിൻ്റെ പാദത്തേൽ പിടിക്കണം. മുട്ടിനപ്പുറത്തോടി. ഇടതോട്ട് തിരിയണം. ശ്വാസം വിട്ടുകൊണ്ട് തിരിയുക. തല തിരിക്കണം. നട്ടല് തിരിയണം. മാക്സിമം തിരിയണം. കൂടുതൽ തിരിയാൻ പറ്റണം. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരണം. കാലം നീട്ടി വയ്ക്കുക. കമഴ്ന്ന് കിടന്ന് റിലാക്സ് ചെയ്യണം. നേരെ കമഴ്ന്ന് കിടക്കണം. കാലകത്തി വയ്ക്കുക. കാൽപാദം വശത്തെ. കൈമുട്ട് രണ്ടും അടുപ്പിച്ച് കുത്തണം. കയറ്റി കുത്തണം. ഉത്താന മണ്ഡൂകം. അതിൻ്റെ അകത്തി വയ്ക്കുക. റിലാക്സ് ചെയ്ത് കിടക്കണം. ഒരു മിനിറ്റൊക്കെ നിർത്തേണ്ട ഒരാസനമാണ്. നിർത്തുന്നതുകൊണ്ട് അനേകം പ്രയോജനങ്ങളുണ്ട്. കമഴ്ന്ന് കിടന്ന് 3 ആസനങ്ങളാണ് ചെയ്യാൻ. ശേഷം മലർന്ന് കിടന്നല്ലോ. കമഴ്ന്ന് കിടന്നത് ഉത്താന മണ്ഡൂകം. കാലുകൾ ചേർത്ത് വെക്കണം. ഭുജംഗാസനം. കൈ രണ്ടും തുട്ടിയെ നിർത്തണം. ഇറക്കി കുത്തുക. കൈകൊണ്ട് രണ്ടും ശരീരത്തേക്ക് ചേർത്ത് പിടിക്കണം. തല താഴ്ത്തി പിടിക്കുക. കാല് ചേർത്ത് പിടിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് തല നെഞ്ച് മുള്ളേ. തലയും നെഞ്ചും ഉയർത്തണം. മാക്സിമം വളയാം. മുഖം മുള്ളേ. ശ്വാസം എടുക്കുക. അപ്പോൾ കൂടുതൽ വളയും. ശ്വാസം എടുത്തുകൊണ്ട് തല നെഞ്ച് മുള്ളേ. തല
തലയും നെഞ്ചും ഉയർത്തണം. തല പുറകോട്ട് പിടിക്കുക. മുഖം ഉള്ളി. കാല് രണ്ടും മാക്സിമം മടക്കണം. മടക്കി കൊടുക്കുക. കാലൊക്കെ കൂടുതൽ കൂടുതൽ മടക്കാൻ പോകണം. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തണം. കമഴ്ന്ന് കിടന്ന് ശലഭാസനം കൂടെ ചെയ്യണം. കൈ രണ്ടും ശരീരത്തിന് അടിയിൽ ചേർത്ത് കമഴ്ത്തി വെക്കണം. രണ്ട് കൈയും അടിയിൽ കമഴ്ത്തി വെക്കാൻ പറ്റാത്തവരെ മുഷ്ടി ചുരുട്ടി പിടിക്കുക, അല്ലെങ്കിൽ വിരലുകൾ ഓർത്ത് പിടിക്കുക. കൈ കീഴോട്ട് ഊന്നണം. താടി ഉന്നോണം. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലും അരക്കെട്ട് പൊള്ളി കൈ ഊന്നുക. ഉയർത്തി കൊടുക്കണം. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തണം. ഒരു പ്രാവശ്യവും കൂടി. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലും അരക്കെട്ട് പൊള്ളി കൈ ഊന്നണം. ഉയർത്തി കൊടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തണം. മലർന്ന് കിടക്കണം. കാലുകൾ അങ്ങോട്ടായിട്ട് മലർന്ന് കിടക്കുക. മലർന്ന് കിടന്ന് 5 ആസനങ്ങൾ ചെയ്യുന്നത്. ആദ്യം ചതുഷ്പാദാസനം. കാല് രണ്ടും കൈയും കാലും ചേർത്ത് വയ്ക്കുക. കാല് രണ്ടും മടക്കണം. ബുദ്ധിയെ നിർത്തണം. കാലൊക്കെ വശത്തേക്ക് അകത്തേക്ക് കുത്തണം. മാക്സിമം അകത്തേക്ക് കുത്തുക. ബുദ്ധി നിർത്തണം. കൈ കാലിൻ്റെ കണ്ണേൽ പിടിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് ഉയർത്തണം. അരക്കെട്ട് കൂടുതൽ കൂടുതൽ ഉയർത്തണം. കാലിൻ്റെ വിരലേൽ ഉയരണം. അപ്പോൾ കൂടുതൽ പ്രയോജനം. അരക്കെട്ടൊക്കെ ഉയർത്തി കൊടുക്കുക മാക്സിമം. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തണം. ഒരു പ്രാവശ്യവും കൂടി. അരക്കെട്ട് എന്തുമാത്രം ഉയർത്താമോ അത്രയും നല്ലതാണ്. കൂടുതൽ ശ്വാസം എടുക്കുക. അപ്പോൾ കൂടുതൽ ഉയരും. ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് ഉയർത്തണം. അരക്കെട്ട് മാക്സിമം ഉയർത്തണം. കാലിൻ്റെ വിരലേൽ ഉയരണം. ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നവർക്ക് കൈ അടിയിൽ സപ്പോർട്ട് കൊടുത്താണെങ്കിലും മുക്കി നിർത്താൻ പറ്റും. ഒരു സമയം നിർത്തേണ്ട ഒരു ആസനമാണ്. നടുവേദനയൊക്കെ മാറി. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തണം. കാലുകൾ നീട്ടി വയ്ക്കണം. നീട്ടി വയ്ക്കണം. ഉത്താനപാദാസനം. ഉത്താനപാദം എന്ന് പറഞ്ഞാൽ പാദം ഉയർത്തുന്ന എക്സസൈസാണ്. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലും 45 ഡിഗ്രി ഉയർത്തി പിടിക്കണം. 45 ഡിഗ്രി നിർത്താൻ കഴിയണം. തലയെ കൂടെ ഉയർത്തി. അപ്പോൾ കൂടുതൽ എളുപ്പമുണ്ട്. ഉയർത്തി പിടിക്കണം. പെട്ടെന്ന് താഴ്ത്തരുത്. കൈപ്പത്തി കീഴോട്ട് ഊന്നി പിടിക്കണം. ഓരോ ഇഞ്ചും നിർത്തി 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 താഴ്ത്തണം. പതിയെ താഴ്ത്തണം. നിർത്തി നിർത്തി. ഇത് പല പ്രാവശ്യം ചെയ്യണം. ഒരു പ്രാവശ്യം കൂടെ ചെയ്യും. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലും തലയും മുള്ളി. കാല് ഉയർത്തണം. 45 ഡിഗ്രി ഉയർത്താവും. ഇങ്ങനെ നിർത്താൻ സാധിക്കണം. അല്ല ഉയർത്തി പിടിക്കുക. എന്നിട്ട് കൈപ്പത്തി കീഴോട്ട് ഊന്നണം. നിർത്തി നിർത്തി താഴ്ത്തണം. പതിയെ താഴ്ത്തണം. നിർത്തി നിർത്തി. ഓരോ ഇഞ്ചും നിർത്താൻ കഴിയണം. ഇനി അർദ്ധഹലാസനം. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലും തലയും മുകളിൽ. കാല് 90 ഡിഗ്രി ഉയർത്തി പിടിക്കണം. കാല് ഉയർത്തണം. തല ഉയർത്തണം. കാല് ഉയർത്തി പിടിക്കുക. ഇത് പെട്ടെന്ന് കാല് താഴ്ത്തരുത്. കൈ പത്തി കീഴോട്ട് ഊന്നി ബ്രേക്ക് ആയിട്ട് ഉപയോഗിക്കുക. നിർത്തി നിർത്തി താഴ്ത്തണം. ഓരോ ഇഞ്ചും നിർത്തണം. നിർത്തി നിർത്തി പതിയെ താഴ്ത്തണം. ഓരോ ഇഞ്ചും നിർത്താൻ കഴിയണം. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലും തലയും മുള്ളി. കാല് ഉയർത്തണം. തല ഉയർത്തണം. കാല് 90 ഡിഗ്രി ഉയർത്തി പിടിക്കണം. കാല് പെട്ടെന്ന് താഴ്ത്തരുത്. ഓരോ സെക്കൻഡിൽ ഓരോ ഇഞ്ച്. നിർത്തി നിർത്തി താഴ്ത്തണം. നിർത്തി നിർത്തി. ഓരോ ഇഞ്ചും നിർത്താൻ കഴിയണം. അങ്ങനെ പതിയെ പതിയെ താഴ്ന്നത് മിനിമം 11 പ്രാവശ്യം ചെയ്യുന്ന ഒരു എക്സസൈസാണ്. വയറ് കുറയും. മണ്ണലിൽ വരും. എല്ലാ ഉദരരോഗങ്ങളും മാറും. കോൺഫിഡൻസ് വർദ്ധിക്കും. ഇനി കൈ ചേർത്ത് വയ്ക്കുക. കൈ താഴെ ചേർത്ത് വെക്കണം. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലും തലയും മുള്ളി. കാല് ഉയർത്തണം. തല ഉയർത്തണം. കാല് 90 ഡിഗ്രി ഉയർത്തി പിടിക്കണം.
കാല് രണ്ടും മടക്കി നെഞ്ചത്ത് ചേർത്ത് പിടിക്കണം. തല ഉയർത്തിയും പിടിക്കുക. കാൽമുട്ടിക്ക് വലിച്ചാൽ താഴും. തല ഉയർത്തി പിടിക്കണം. ഇങ്ങനെ നിർത്താൻ കഴിയണം. 1 മിനിറ്റൊക്കെ നിർത്തേണ്ടതാണ്. നിറയെ ശ്വാസം എടുക്കണം. ശ്വാസം പതിയെ വിടണം. ഈ പൊസിഷനിൽ ഒന്ന് നിർത്തുന്നില്ല. ശ്വാസം എടുത്തുകൊണ്ട് കാല് രണ്ടും ഉയർത്തണം. എന്നിട്ട് പെട്ടെന്ന് താത്തരുത്. നേരത്തെ താത്തിയ പോലെ നിർത്തി നിർത്തി പതിയെ താഴ്ത്തണം. നിർത്തി നിർത്തി പതിയെ താഴ്ത്തണം. ഓരോ ഇഞ്ചും നിർത്താൻ കഴിയണം. പിന്നെ നിർത്തി നിർത്തി താത്തിയാലാണ് പ്രയോജനം. കലകത്തി വയ്ക്കുക. കൈപ്പത്തി മലർത്തി വെക്കണം. റിലാക്സ് ചെയ്യണം. ശവാസനം, ഞാൻ വൃദ്ധാസനം എന്നും പറയും. ശരീരത്തെ തളർത്തിയിടണം. പുറത്തെ തളർത്തിയിട്ടാൽ പോരാ. കണ്ണുകൾ അടച്ചു പിടിക്കണം. 2 പിരികത്തിൻ്റെയും മധ്യത്തിൽ ശ്രദ്ധിക്കണം. നിറയെ ശ്വാസം എടുക്കണം. വയറും നെഞ്ചും ഉയരണം. ശ്വാസം പതിയെ വിടണം. ശ്വാസം എടുക്കുമ്പോൾ വയറും നെഞ്ചും ഉയരണം. ശ്വാസം വിടുമ്പോൾ പതിയെ വയറും നെഞ്ചും താഴണം. നിറയെ ശ്വാസം. പിരികത്തിൻ്റെയും മധ്യത്തിൽ ശ്രദ്ധിച്ചാലാണ് പ്രയോജനം. കണ്ണടഞ്ഞിരിക്കണം. ശരീരത്തെ തളർത്തിയിടണം. വില പിടിക്കരുത്. വീണ്ടും കാലുകൾ ചേർത്ത് വെക്കണം. കൈകൾ ചേർത്ത് കമഴ്ത്തുക. ശ്വാസം എടുത്തുകൊണ്ട് എഴുന്നേറ്റിരിക്കണം. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. നിവർന്നിരിക്കുക. നമ്മൾ ചെയ്തത് ആദ്യം വാമപ്പ് എക്സസൈസസ് ചെയ്തു. ശേഷം ഇന്നത്തെ 5 എക്സസൈസുകൾ ചെയ്തു. ഇരുന്നിട്ട് 8 ചെയ്തു. കമഴ്ന്ന് കിടന്ന് 3 ചെയ്തു. മലർന്ന് കിടന്ന് 5. ഇനി ഇരുന്നിട്ട് 4 പ്രാണായാമങ്ങൾ, 4 ബ്രീതിങ് എക്സസൈസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം ചെയ്യുന്ന ബ്രീതിങ് എക്സസൈസ് കപാലഭാതി എന്ന് പറയും. ഇത് ശ്വാസം പുറത്തേക്ക് മാത്രം പമ്പ് ചെയ്യുന്ന എക്സസൈസാണ്. ശ്വാസം അകത്തേക്ക് എടുക്കരുത്. അകത്തേക്ക് തന്നെ കയറും. നിങ്ങൾ അങ്ങോട്ട് ശ്വാസം വിടുന്ന അതേ ഫോഴ്സിൽ ശ്വാസം ഉള്ളിലേക്ക് കയറും. നിവർന്നിരിക്കുക. കൈ ഈ പൊസിഷനിൽ വെച്ചാൽ ഏറ്റവും നല്ലതാണ്. 3 വിരലുകൾ താഴേക്ക്, പെരുവിരല് ചൂണ്ടുവിരല് ചേർന്ന് ജ്ഞാനമുദ്ര അല്ലെങ്കിൽ ചിന്മുദ്ര എന്ന് പറയും. ജ്ഞാനമുള്ളവർക്ക് അല്ലെങ്കിൽ വിദ്യ എന്ന് പറയാം. വിദ്യ ഉള്ളവർക്ക് മാത്രം ഇങ്ങനെ കൂടുതൽ സമീകരിക്കാൻ കഴിയും. നിറയെ ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ശ്വാസം പുറത്തേക്ക് വിടേണ്ടത്. 1 സെക്കൻഡിൽ ഒരു പമ്പിംഗ് ആണ്. വയറും നെഞ്ചും മാത്രമേ അനങ്ങാവൂ. നോക്കുക. ഈ രീതി ചെയ്യണം. പുറത്തേക്ക് മാറണം. ഒരു ശ്വാസം നിറയെ ഉള്ളിലേക്ക് എടുക്കണം. സ്റ്റാർട്ട് ചെയ്യണം. 1 സെക്കൻഡിൽ ഒരു പമ്പിംഗ് സ്പീഡ് കൊണ്ടുവരുന്നത്. പുറത്തേക്ക് മാത്രം. എക്സ് 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 X 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 ശ്വാസം പറ്റ പുറത്തേക്ക് വിടണം. ഒരു ശ്വാസം നിറയെ ഉള്ളിലേ മാക്സിമം എടുക്കുക. എടുത്ത ശ്വാസം പെട്ടെന്ന് വിടരുത്. അല്പാൽപമായി പതിയെ വിടണം. വീണ്ടും ഒരു ശ്വാസം കൂടി എടുക്കണം. അത് നിറയെ എടുക്കരുത്. ശ്വാസകോശത്തിൻ്റെ ഒരു 3/4 ഭാഗം അത് ഉള്ളിൽ നിർത്താമോ എന്ന് നോക്കണം. 1 മിനിറ്റൊക്കെ നിർത്തേണ്ടതാണ്. 1/2 മിനിറ്റെങ്കിലും നിർത്താമോ എന്ന് നോക്കണം. ശ്വാസം നിറച്ചെടുത്താൽ അധിക സമയം നിർത്താൻ പറ്റില്ല. അത് ഫുള്ളായിട്ട് എടുക്കരുത്. സമയം നിർത്തി പ്രാക്ടീസ് ചെയ്യണം. ശ്വാസം തല നിവർത്തി പിടിക്കുക. നട്ടലിൽ വളഞ്ഞിരിക്കരുത്. അടുത്ത തലയിൽ നേരെ പിടിക്കണം. വളഞ്ഞിരുന്ന് ഒരിക്കലും പ്രാണായാമങ്ങൾ ചെയ്യരുത്. ക്ഷീണം അനുഭവപ്പെടും. നമ്മളിത് 1 റൗണ്ടേ ചെയ്യുന്നുള്ളൂ. 3 റൗണ്ട്സ് ചെയ്യേണ്ടതാണ്.
നമ്മൾ 40 പമ്പിങ്സ് ആണ് ചെയ്തത്. അടുത്ത റൗണ്ടിൽ 60 പമ്പിങ്സ്, പിന്നത്തെ റൗണ്ടിൽ 80 പമ്പിങ്സ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അനുലോമ വിലോമ പ്രാണായാമം. അനുലോമ വിലോമം ഇത് ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീതിങ് എന്ന് പറയും. നമ്മുടെ ഇടതേ നാസാരത്തിലൂടെ ശ്വാസം എടുത്തിട്ട് വലതിലൂടെ വിടണം, വലതേ നാസാരത്തിലൂടെ എടുത്തിട്ട് ഇടതിലൂടെ വിടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മുദ്ര ഉപയോഗിക്കും. അതിന് നാസാഗ്ര മുദ്ര അല്ലെങ്കിൽ വിഷ്ണു മുദ്ര എന്നൊക്കെയാണ് പറയുക. ഈ മുദ്ര എങ്ങനെയാണ്? ഈ 2 വിരലുകൾ, നടുവിരൽ ചൂണ്ട് വിരൽ മടക്കി വെക്കണം. പെരുവിരൽ വലതേ നാസ്വാരം അടയ്ക്കാൻ വേണ്ടി വലതേ കൈ ഉപയോഗിക്കും. വലതേ നാസ്വാരം അടയ്ക്കാൻ വേണ്ടിയിട്ട് വലതേ മറ്റേ ഈ മുദ്ര വിരൽ ചൂണ്ട് ചെറുവിരൽ ഇടതേ നാസ്വാരം അടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മൾ തുറന്ന് പിടിക്കണം. ആദ്യം ഇടത്തിലൂടെയാണ് ശ്വാസം എടുക്കുന്നത്. നിവർന്നിരിക്കണം, മറ്റേ കൈ നിവർത്തിയെ പിടിക്കാൻ, വളഞ്ഞിരിക്കരുത്. ഒരു ശ്വാസം ഞാൻ 1, 2, 3, 4 നിന്നു. ആ സമയം കൊണ്ട് നിങ്ങൾ നിറയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. 8 വരെ എണ്ണുന്ന സമയം ശ്വാസം ഉള്ളിൽ നിർമ്മണം. 2 സൈഡ് അടച്ചു പിടിച്ചിട്ട് മറുവശം തുറക്കണം. വലതേ സൈഡ് തുറന്നിട്ട് 1 വരെ 8 വരെ എണ്ണുന്ന സമയം കൊണ്ട് പതിയെ വിടണം. ഇത് ബോധപൂർവം ചെയ്യാം. അപ്പം നമ്മുടെ വലതേ നാസാരം അടച്ചു പിടിക്കണം, ഇടത്തേത് തുറന്ന് നിൽക്കണം. മറ്റേ 2 വിരലുകൾ താഴേക്ക് മടക്കി പിടിക്കണം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. ശ്വാസം നിറയെ എടുക്കുക. 1, 2, 3, 4. 2 നാസ്വാരം അടച്ചു പിടിക്കുക. ശ്വാസം ഉള്ളിൽ നിർത്തണം. 1, 2, 3, 4, 5, 6, 7, 8. വലതേ നാസ്വാരം തുറക്കണം. അതിന് പതിയെ വിടണം. 1, 2, 3, 4, 5, 6, 7, 8. ഈ വലത്തിലൂടെ തന്നെ നിറയെ എടുക്കണം. 1, 2, 3, 4. നിറച്ചെടുക്കുക. അതിന് അടച്ചു പിടിക്കുക. ശ്വാസം ഉള്ളിൽ നിർത്തണം. 1, 2, 3, 4, 5, 6, 7, 8. ഇടതേ നാസ്വാരം തുറക്കണം. പതിയെ വിടണം. 1, 2, 3, 4, 5, 6, 7, 8. ഇടത്തിലൂടെ തന്നെ നിറയെ എടുക്കുക. 1, 2, 3, 4. അടച്ചു പിടിക്കണം. ഉള്ളിൽ നിർത്തണം. 1, 2, 3, 4, 5, 6, 7, 8. വലതേ നാസ്വാരം തുറക്കണം. പതിയെ വിടണം. 1, 2, 3, 4, 5, 6, 7, 8. വലതിലൂടെ തന്നെ ഒരു ശ്വാസം കൂടി നിറയെ എടുക്കുക. 1, 2, 3, 4. അടച്ചു പിടിക്കണം. ഒരു ശ്വാസം ഉള്ളിൽ നിർത്തണം. 1, 2, 3, 4, 5, 6, 7, 8. ഇടതേ നാസ്വാരം തുറക്കണം. പതിയെ വിടണം. 1, 2, 3, 4, 5, 6, 7, 8. പല പ്രാവശ്യം ചെയ്താണ്. കൈ താത്തി വയ്ക്കുക. 2 പ്രാവശ്യം ചെയ്തു. 2 പ്രാവശ്യം ഇടത്തിലൂടെ എടുത്തു, 2 പ്രാവശ്യം വലത്തിലൂടെ എടുത്തു. ഇത് പല പ്രാവശ്യം ചെയ്യുന്നത് നല്ലതാണ്. നാഡീശുദ്ധി പ്രാണായാമം അല്ലെങ്കിൽ അനുലോമ വിലോമ പ്രാണായാമം എന്ന് പറയും. യോഗയിൽ പ്രാണായാമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സ് ഏകാഗ്രമാവണമെങ്കിൽ, മനസ്സിന് ഉന്മേഷം കിട്ടണമെങ്കിൽ പ്രാണായാമങ്ങൾ ചെയ്താലാണ് കിട്ടുള്ളൂ. ഇനി അടുത്തത് ഉന്മേഷം നൽകുന്ന ഒരു പ്രാണായാമമാണ്. ശീതളി പ്രാണായാമം എന്ന് പറയും. ശരീരത്തെ മൊത്തം തണുപ്പിക്കുന്ന പ്രാണായാമമാണ്. അപ്പോൾ തണുക്കാനായിട്ട് ചെയ്യേണ്ടത് എത്രയുള്ളൂ? നാക്ക് നീട്ടി ചുരുട്ടി പിടിക്കണം. നാക്ക് നീട്ടി പിടിക്കുക, ചുരുട്ടി പിടിക്കുക, ചുരുട്ടി പിടിക്കണം. എന്നിട്ട് നാക്കിൻ്റെ ഉള്ളിലൂടെ ശ്വാസം നിറയെ ഉള്ളിലേക്ക് എടുക്കണം. നിറയെ എടുക്കുക. അപ്പോൾ അടച്ചു പിടിക്കണം. അല്പാൽപമായിട്ട് മൂക്കിലൂടെ വിടണം. ശ്വാസം അല്പാൽപമായിട്ട് വിടുക. മൂക്കിലൂടെ വിടണം. അടച്ചു പിടിക്കുക. വീണ്ടും നാക്ക് നീട്ടി ചുരുട്ടി പിടിക്കണം. നീട്ടി ചുരുട്ടി പിടിക്കുക. എന്നിട്ട് നാക്കിൻ്റെ ഉള്ളിലൂടെ നിറയെ ശ്വാസം അടച്ചു പിടിക്കുക. മൂക്കിലൂടെ അല്പാൽപമായിട്ട് വിടണം. അല്പാൽപമായിട്ട് വിടുക. മൂക്കിലൂടെ വിടണം. ഇത് പല പ്രാവശ്യം ചെയ്യണം. ഒരു പ്രാവശ്യവും കൂടെ ചെയ്യും. വീണ്ടും നാക്ക് നീട്ടി ചുരുട്ടി പിടിക്കണം. നീട്ടി പിടിക്കുക, ചുരുട്ടി പിടിക്കുക. എന്നിട്ട് ഉള്ളിലൂടെ എടുക്കണം. നിറയെ എടുക്കുക. അടച്ചു പിടിക്കണം. അല്പാൽപമായിട്ട് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടണം. ശരീരം തണുക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ക്ഷീണം മാറും, ദാഹം മാറും, ഉന്മേഷം കിട്ടും. അതുകൊണ്ടാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ചൂടുള്ള സമയത്ത് വേനൽക്കാലത്തൊക്കെ എപ്പോഴും ചെയ്യാവുന്ന ഒരു പ്രാണായാമമാണ് ശീതളി പ്രാണായാമം. ഇത്
ഇതേ പ്രയോജനം തന്നെയുള്ള സീൽക്കാരി എന്ന് പറഞ്ഞ പ്രണായാമയുടെ നാക്ക് മടക്കി പിടിച്ചിട്ടാണ് ചെയ്യപ്പെടുന്നത്. അതിന് പ്രയോജനം ഒന്നതിനകത്ത് സൗണ്ട് ഉണ്ട് കൂടുതൽ, അതുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്. ഇനി ഭ്രാമരി പ്രാണായാമം. ഭ്രാമരി എന്ന് പറയുന്നത് മൂളുന്ന, പണ്ട് മൂളും പോലെ മൂളുന്ന ഒരു ബ്രീതിങ് ആണ്. മൂളിക്കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടണം. വണ്ടിന്റെ മൂളല് ഒരു മുദ്രയും കൂടെ ഉപയോഗിക്കണം. ഇതിന് ശാംഭവി മുദ്ര എന്ന് പറയും. ഈ മുദ്ര ഇവിടെ പെരുവിരല്, ചെവിയുടെ മുന്നിൽ ഒരു നാക്കുണ്ട്, ചെവിയുടെ മുന്നിലുള്ള നാക്ക്, അതിന്റെ പുറകിൽ പിടിക്കണം. ഇത് പ്രസ് ചെയ്യുമ്പോൾ ചെവി അടയും. ഇപ്പോൾ ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കില്ല. അതുകൊണ്ട് ഇതവിടെ പുറകിൽ പിടിച്ചാൽ മതി, അടയ്ക്കരുത്. കൈ വിരലുകൾ, ഒരു വിരല് കണ്ണിന്റെ മുകളിൽ, ഒരു വിരല് നാസ ദ്വാരങ്ങളുടെ മുകളിൽ, രണ്ട് വിരലുകൾ വായിക്ക് താഴെയും മുകളിലുമായിട്ട് വയ്ക്കണം. നിവർന്നിരിക്കണം. ഞാൻ പറയുമ്പോൾ ശ്വാസം നിറയെ ഉള്ളിലേക്ക് എടുക്കണം, നിറയെ എടുക്കണം. ഇത് ചെവി അടയ്ക്കണം, കണ്ണടയ്ക്കണം. വീണ്ടും ചെവി തുറന്നു വയ്ക്കുക. അതിന് ശ്വാസം നിറയെ എടുക്കണം, ചെവി അടച്ചു പിടിക്കണം, എന്നിട്ട് മൂടണം. ഇത് പല പ്രാവശ്യം ചെയ്യേണ്ടതാണ്. ഒരു പ്രാവശ്യവും കൂടി ചെവി തുറന്നു വയ്ക്കുക. ശ്വാസം നിറയെ എടുക്കണം, ചെവി അടച്ചു പിടിക്കണം, മൂടണം. രണ്ടും താഴ്ത്തി വയ്ക്കുക. ഈ മൂളലിന്റെ പ്രത്യേകത, ഈ എന്നുള്ള സൗണ്ട് മനസ്സിനെ ശാന്തമാകും. ഈ മുഴക്കം നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ സെല്ലിലൂടെയും പോകും. അങ്ങനെ പോകുന്നത് കൊണ്ട് ശരീരം മുഴുവൻ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയും, റിലാക്സ്ഡ് ആവും, മുഴുവൻ ടെൻഷൻസ് മാറിക്കിട്ടും. അതുകൊണ്ടാണ് ഭ്രാമരി പ്രാണായാമം നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് ഇനി മെഡിറ്റേഷനാണ്. മെഡിറ്റേഷനൊക്കെ നമ്മൾ ചെയ്യണം. പ്രോട്ടോകോൾ അനുസരിച്ച് 5 മിനിറ്റ് മെഡിറ്റേഷനുള്ളൂ. നമ്മൾ 10 മിനിറ്റ് ഇത് ചെയ്യും. മെഡിറ്റേഷൻ എത്ര സമയം ചെയ്യുന്നു അത്രയും നല്ലതാണ്. നിവർന്നേ ഇരിക്കാവുള്ളൂ. കൈ ഞാൻ ഈ പറഞ്ഞ പോലെ ചിൻ മുദ്രയിൽ വയ്ക്കുക, നിവർന്നിരിക്കുക. നട്ടെല്ലാം കഴുത്തുക, തലയെല്ലാം നേരെ പിടിക്കണം. മുന്നോട്ട് വളഞ്ഞിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനാവില്ല. അപ്പോൾ 5 കാര്യങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യമാണ്. ഒന്ന്, നട്ടെല്ലാം നേരെ ഇരിക്കണം, വളഞ്ഞിരുന്ന് ചെയ്യരുത്. അത് കൂടുതൽ സമയമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കിടത്തിയാണിത് മെഡിറ്റേഷൻ കൊടുക്കുക. അപ്പം കിടന്നു കഴിയുമ്പോൾ നട്ടെല്ലാം നിവർന്നേ ഇരിക്കുകയുള്ളൂ. നമ്മൾ 10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നിവർന്നിരിക്കും. 10 മിനിറ്റൊക്കെ നിവർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയും. രണ്ടാമത്തെ കാര്യം, കണ്ണടച്ച് പിടിക്കണം, കണ്ണ് തുറക്കരുത്. തല മുന്നോട്ട് പിടിക്കരുത്, തല പുറകോട്ട് പിടിച്ചാലും കുഴപ്പമില്ല. തല കഴുത്ത് നട്ടലൊക്കെ നിവർന്നേ ഇരിക്കണം. മുന്നോട്ട് വളഞ്ഞിരുന്നു കഴിഞ്ഞാൽ ക്ഷീണമുണ്ടാവും. നമുക്ക് വളഞ്ഞിരിക്കരുത്. കണ്ണടഞ്ഞിരിക്കണം, കണ്ണ് തുറക്കരുത്. 10 മിനിറ്റ് സമയമുള്ള 10 മിനിറ്റ് സമയവും കണ്ണടച്ച് തന്നെ പിടിക്കണം. ഒരു കാരണവശാലും കണ്ണ് തുറക്കരുത്. ഈ 2 കണ്ണ് ശരീരത്തിന്റെ കണ്ണുകളാണ്. ഈ കണ്ണുകൊണ്ടല്ല നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിന്റെ, ബുദ്ധിയുടെ, ആത്മാവിന്റെയൊക്കെ കണ്ണ്. 2 പുരികത്തിന്റെയും മധ്യത്തിലുള്ള ഒരു സൂക്ഷ്മമായ നേത്രമാണ്, ഒരു ആത്മീയ നേത്രം. ആ കണ്ണിലൂടെയാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, ആജ്ഞാചക്രത്തിൽ ശ്രദ്ധിക്കുക. 2 പുരികത്തിന്റെയും മധ്യത്തിലാണ് ഒരു കണ്ണാണ്, ഒരു സൂക്ഷ്മമായ നേത്രം, തേർഡ് ഐ എന്ന് പറയും. ഇതൊരു എക്സ്ട്രാ സെൻസിറ്ററി പവറുള്ള ഒരു കണ്ണാണ്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾക്കും അതീതമായിട്ടുള്ള എല്ലാ കഴിവുകളും ഈ മൂന്നാമത്തെ കണ്ണിനുണ്ട്. ത്രികാല ജ്ഞാനം, പരഹൃദയ ജ്ഞാനം, എല്ലാ അറിവും ഉള്ള ഒരു കണ്ണാണ് ഈ മൂന്നാമത്തെ കണ്ണ്. അതുകൊണ്ട് അത് തുറക്കാനായിട്ട് ശ്രമിക്കുക കൂടി ചെയ്യണം. തുറന്നു കഴിഞ്ഞാൽ അവിടെ പ്രകാശം വരും. ആ പ്രകാശത്തിൽ നിങ്ങൾ സ്വപ്നം കാണും പോലെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. സ്വപ്നം കാണുന്നത് ഈ മൂന്നാമത്തെ കണ്ണുകൊണ്ടാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ 2 കണ്ണും അടഞ്ഞായിരിക്കണം. ഒന്ന് കാണുന്നുണ്ട് സ്വപ്നം, ഈ മൂന്നാമത്തെ കണ്ണുകൊണ്ടാണ്. മൂന്നാമത്തെ കണ്ണിൽ ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യം, ഹൃദയത്തിൽ ശ്രദ്ധിക്കുക. ഹൃദയത്തിലാണ് നിങ്ങളുടെ ആത്മാവ്, എനർജി കുടികൊള്ളുന്നത്. ആത്മാവിന്റെ വാസസ്ഥാനം ഹൃദയമാണ്. അത് ഹൃദയത്തിൽ ശ്രദ്ധിക്കണം. 5, ശ്വാസത്തിലും ശ്രദ്ധിക്കുക. ശ്വാസം ബോധപൂർവം നിറയെ എടുക്കണം. ശ്വാസം പതിയെ വിടാവോ, പെട്ടെന്ന് വിടരുത്. ഈ 5 കാര്യങ്ങൾ നിർബന്ധമായിട്ടുണ്ടെങ്കിലാണ് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ 2 കാര്യങ്ങളൂടെ ഉള്ളത്. ഒന്ന്, മെഡിറ്റേഷൻ 100% വർത്തമാന കാലത്തിലേക്ക് വരുന്നതാണ്. ശൂന്യവൽക്കരണമാണ്
100% വർത്തമാനകാലത്തിൽ വരണമെങ്കിൽ കഴിഞ്ഞതെല്ലാം മറക്കണം, എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാൻ നിങ്ങളുടെ മനസ്സിൽ. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയും വേണ്ട. നിങ്ങളുടെ മനസ്സ് 100% വർത്തമാനകാലത്തിൽ നിർത്തണം. ശൂന്യമാക്കുക മനസ്സിനെ. ശൂന്യവൽക്കരണമാണ് മെഡിറ്റേഷൻ. 100% വർത്തമാനകാലത്തിൽ. അതുകൊണ്ട് മനസ്സിൽ നിന്നും കുറ്റബോധം, പാപബോധം ഇതെല്ലാം എടുത്തു കളയുക. നിങ്ങൾക്ക് പാപിയാണ് അല്ലെങ്കിൽ കുറ്റവാളിയാണെന്നുള്ള ആ ബോധം മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. മറ്റൊന്നുള്ളത്, നിങ്ങൾ മനസ്സിൽ പക, ദേഷ്യം, വെറുപ്പ്, അസൂയ ഇങ്ങനെയുള്ളതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. മനസ്സിനെ ശൂന്യമാക്കുമ്പോൾ പെൻഡപ്പ് ഇമോഷൻസ് എന്ന് പറയും, കെട്ടിക്കിടക്കുന്ന വികാരങ്ങൾ എല്ലാം പുറന്നുള്ളൂ. മനസ്സിൽ നിന്ന് ഭയം പോകണം, ദേഷ്യം പോകണം, വെറുപ്പ് പോകണം, അസൂയ പോകണം, ഇതെല്ലാം പോകണം. മനസ്സിൽ ഇതൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. വെച്ചുകൊണ്ടിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനാവില്ല. അതുകൊണ്ട് എല്ലാവരോടും ക്ഷമിച്ചു എന്ന് മനസ്സിൽ പറയണം. ഇന്നയാണെന്നില്ല, എല്ലാവരോടും ക്ഷമിച്ചേ പറ്റൂ. പക്ഷെ ക്ഷമിക്കാതെ മെഡിറ്റേറ്റ് ചെയ്യാനാവില്ല. മറ്റൊന്നൊക്കെ ഉള്ളത്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈശ്വരനെതിരായി എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയും വേണം. ക്ഷമിക്കാതെയും ക്ഷമ ചോദിക്കാതെയും മെഡിറ്റേറ്റ് ചെയ്യാനാവില്ല. അത് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ക്ഷമിക്കണം, ക്ഷമിച്ചു എന്ന് മനസ്സിൽ പറയുക, ഒരു ക്ഷമ ചോദിക്കുക ഈശ്വരനോട്. തെറ്റുണ്ടെങ്കിലും നമ്മൾ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. ഇപ്പം ആത്മബോധമാണ് മെഡിറ്റേഷൻ. നിങ്ങൾ ആത്മവിസ്മൃതിയിലായിരുന്നു, അതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും. ആത്മബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് ആത്മബോധത്തിലേക്ക് വരണം. ആത്മബോധത്തിലേക്ക് വരണമെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന കാര്യം മനസ്സിൽ ആവർത്തിക്കുക. ഞാൻ ശുദ്ധമായ ആത്മാവാണ്, ദ പ്യുവർ സ്പിരിറ്റ്. ഞാൻ പരമാത്മ ചൈതന്യമാണ്, ദ സുപ്രീം എനർജി. ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ വ്യക്തമായി കാണുന്ന എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ തീരുമാനങ്ങൾ, അവയുടെ പൂർത്തീകരണത്തെ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും തടയാനാവില്ല. ഒരു ശക്തിക്കും എന്നെ ഉപദ്രവിക്കാനാവില്ല. ഒരു രോഗത്തിനും എന്നെ കീഴടക്കാനും ആവില്ല. കാരണം ഞാൻ ശുദ്ധമായ ആത്മാവാണ്, ഞാൻ പരമാത്മ ചൈതന്യമാണ്. ഈ ബോധം ഉള്ളിലുണ്ടാവണം. മെഡിറ്റേഷനിലുടനീളം ഈ ചിന്തയാണ് മനസ്സിലുണ്ടാവേണ്ടത്. ഞാൻ ആത്മാവാണ് എന്ന ബോധം. ആത്മവിസ്മൃതിയിലാണ്, ശരീരബോധത്തിലാണ് എല്ലാവരും. എന്നാൽ ആത്മബോധത്തിലേക്ക് വരണം. ശരീരബോധം ഉപേക്ഷിക്കുക. ഇത് മെഡിറ്റേഷനിൽ മാത്രമല്ല, ജീവിതത്തിലുടനീളം ഈ ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ തീർച്ചയായും വിജയിക്കും. ഒരു പ്രാവശ്യവും കൂടി ഇത് മനസ്സിൽ ആവർത്തിക്കണം, മനസ്സിൽ ഉറപ്പിക്കണം. നിവർന്നിരിക്കുക, വളഞ്ഞിരിക്കരുത്. വളഞ്ഞിരുന്നാൽ മെഡിറ്റേറ്റ് ചെയ്യാനാവില്ല. നിവർന്നിരിക്കുള്ളൂ. പുറകോട്ടല്ല, വളഞ്ഞിരുന്നാലും കുഴപ്പമില്ല, മുന്നോട്ടൊട്ടും മുളയരുത്. ഇതൊന്നുകൂടി മനസ്സിൽ ആവർത്തിക്കുക. ഞാൻ ശുദ്ധമായ ആത്മാവാണ്, ദ പ്യുവർ സ്പിരിറ്റ്. അതുകൊണ്ടാണ് ഞാൻ പാപിയാവാൻ പറ്റില്ലെന്ന് പറയുന്നത്. ഞാൻ പരമാത്മ ചൈതന്യമാണ്, ദ സുപ്രീം എനർജി. എല്ലാ കഴിവും എല്ലാ ശക്തിയും ഉള്ള ഒന്നാണ് നമ്മുടെ ആത്മാവ്. ആ ആത്മാവ് തന്നെയാണ് നമ്മൾ. ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ വ്യക്തമായി കാണുന്ന എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ തീരുമാനങ്ങൾ, അവയുടെ പൂർത്തീകരണത്തെ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും തടയാനാവില്ല. ഇത് രണ്ട് പുരികത്തിൻ്റെയും മധ്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ആഗ്രഹിച്ചാലും എന്ത് തീരുമാനിച്ചാലും അത് നടക്കും. ഇച്ഛാശക്തിയുടെ കേന്ദ്രമാണ്, മനസ്സിൻ്റെ കേന്ദ്രമാണ്. ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള കേന്ദ്രം നമ്മുടെ മനസ്സിൻ്റെ ഈ കേന്ദ്രമാണ്. രണ്ട് പുരികത്തിൻ്റെയും മധ്യത്തിലുള്ള ശക്തി കേന്ദ്രം. അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുക, തീരുമാനിക്കുക, നടക്കും. ഒരു ശക്തിക്കും എന്നെ ഉപദ്രവിക്കാനാവില്ല. ആത്മാവാണ് എന്ന ബോധമുള്ളവരെ ആർക്കും ഉപദ്രവിക്കാൻ പറ്റില്ല. കീറാനോ മുറിക്കാനോ പൊള്ളിക്കാനോ ഒന്നും പറ്റാത്ത ഒന്നാണ് ആത്മാവ്. അത് ഉപദ്രവങ്ങൾക്കെല്ലാം അതീതമാണ്. ഒരു രോഗത്തിനും എന്നെ കീഴടക്കാനാവില്ല. ആത്മാവിനെ രോഗങ്ങൾക്ക് കീഴടക്കാനാവില്ല. കാരണം എല്ലാ രോഗങ്ങൾക്കും എല്ലാ ഉപദ്രവങ്ങൾക്കും അതീതമാണ് ആത്മാവ്. ആത്മാവാണ് എന്ന ബോധമുള്ളവർക്ക് ഒരു രോഗം ഒരിക്കലും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറിയിരിക്കും. കാറ്റ് വന്ന് കാർമേഘത്തെ മാറ്റുന്നത് പോലെ അങ്ങനെ ശരീരത്തിൽ നിന്ന് എന്ത് രോഗം ഉണ്ടെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റും ആത്മബോധത്തിലേക്ക് വന്നാൽ. നമ്മളിപ്പോൾ ഒരു യോഗ നിദ്രയിലാണ്. ഇതൊരു അർത്ഥനിദ്രയാണ്, ഇതൊരു മോഹനിദ്രയാണ്. ബോധപൂർവം ഉറങ്ങുന്നതാണ് മെഡിറ്റേഷൻ. ഉറക്കവും മെഡിറ്റേഷനും തമ്മിലുള്ള വ്യത്യാസം. ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് ബോധമില്ല. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങുവാണ്, പക്ഷെ പൂർണ്ണ ബോധമുണ്ട്. ബോധപൂർവം ഉറങ്ങുന്നതിനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുക. നിങ്ങളുടെ മനസ്സും ശരീരവും സ്വസ്ഥമായതായി അറിയണം. മനസ്സും ശരീരവും ശാന്തമായതായി അറിയുക. മനസ്സും ശരീരവും എല്ലാ ടെൻഷൻസിൽ നിന്നും മുക്തമായതായി അറിയണം.
മനസ്സും ശരീരവും സ്വതന്ത്രമായതായി അറിയുക. രണ്ട് പുരികത്തിൻ്റെയും മധ്യത്തിൽ ശ്രദ്ധിക്കണം, ഹൃദയത്തിൽ ശ്രദ്ധിക്കണം, ശ്വാസത്തിലും ശ്രദ്ധിക്കുക. കൂടുതൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം ബോധപൂർവം. ശ്വാസം എടുക്കുമ്പോൾ പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യണം. മനസ്സും ശരീരവും ഈ പോസിറ്റീവ് എനർജി കൊണ്ട് റീചാർജ് ചെയ്യണം. ശ്വാസം വിടുമ്പോൾ പതിയെ വിടണം. മനസ്സിലും ശരീരത്തിലുള്ള എല്ലാ ടെൻഷൻസും ശ്വാസത്തോടൊപ്പം പുറന്തള്ളണം. ടെൻഷൻസ് മാത്രമല്ല, പെൻഡപ്പ് ഇമോഷൻസ്, കെട്ടിക്കിടക്കുന്ന വികാരങ്ങൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള എനർജീസ് എല്ലാം പുറത്തു. അപ്പോൾ ശരീരത്തെയും മനസ്സിനെയും റിലാക്സ് ചെയ്ത് സ്വതന്ത്രമാക്കുക. ഓരോ ശ്വാസം എടുക്കുമ്പോഴും പോസിറ്റീവ് എനർജിയാണ് ആഗിരണം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയും. പോസിറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഏകാഗ്രത, കാര്യക്ഷമത, രോഗപ്രതിരോധ ശക്തി എല്ലാം വർദ്ധിക്കും. അതുകൊണ്ട് ബോധപൂർവം ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം, കൂടുതൽ എടുക്കണം, പതിയെ വിടാം. ശരിക്കും പോസിറ്റീവ് എനർജി ഉള്ളിലേക്ക് വരുമ്പോൾ ശരീരം വൈബ്രേറ്റ് ചെയ്യും. ശരീരത്തിനൊരു വിറയൽ വരും പോസിറ്റീവ് എനർജി ശരീരത്തിലേക്ക് വരുമ്പോൾ. അതുകൊണ്ട് കൂടുതൽ ശ്വാസം എടുക്കുക, പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യണം. ഒരു യോഗനിദ്രയിലായിരുന്നു, ഇതൊരു അല്പനിദ്രയാണ്, ഇതൊരു മോഹനിദ്രയാണ്. സെമി സ്ലീപ്പ്, ഹിപ്നോട്ടിക് സ്ലീപ്പ്. ഈ നിദ്രയിൽ നിന്നും ഉണരാൻ സമയമായി. അതുകൊണ്ട് കൂടുതൽ സമയം ഇങ്ങനെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ കഴിയും. എത്ര സമയം ഇരിക്കുന്നു അത്രയും നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടും. നമ്മളിത് 10 മിനിറ്റ് ആണ് മെഡിറ്റേറ്റ് ചെയ്തത്. അത് ഈ മെഡിറ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഉണരണം. അതുകൊണ്ട് സാവധാനം കണ്ണുകൾ തുറക്കണം, ഉണരണം. സാവധാനം കണ്ണുകൾ തുറക്കുക, ഉണരുക. കൈപ്പത്തി രണ്ടും ഇതുപോലെ കൂട്ടി തിരുമണം. ഇവിടെ ഉള്ളംകൈയിൽ ഇപ്പോൾ പോസിറ്റീവ് എനർജി നടത്തുന്നുണ്ട്. ഈ പോസിറ്റീവ് എനർജി മുഴുവൻ ഉള്ളംകൈ ചൂടാവുമ്പോൾ മുഖത്തേക്ക് വയ്ക്കുക. മുഖം കൂടുതൽ എനർജൈസ്ഡ് ആവും, കൂടുതൽ സുന്ദരമാവും. ഒരു പ്രാവശ്യം നന്നായിട്ട് കൂട്ടി തിരുമണം. കൈപ്പത്തി രണ്ടും മുഖത്തേക്ക് കൂട്ടണം. ഇതൊരു പ്രയോട് കൂടി അവസാനിപ്പിക്കുവാണ്. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.